അയ്യോ ക്ലീറ്റോ ധ്യാനത്തിന് പോയല്ലേ? അയ്യോ അല്ല, അത് ക്ലീറ്റോയുടെ ഷർട്ട് അവിടെ കിടന്നു. എന്റെ കണ്ണിന് കള്ളം പറയാണ്. എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു ക്ലീറ്റോ ഇല്ല. അതായത് നിങ്ങൾക്ക് അറിയാലോ 25,000 രൂപ എനിക്ക് തരാനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ കനകന് എനിക്ക് 5,000 രൂപ തന്നു. ആ കുറച്ച് പൈസ തന്നു. പിന്നെ 20,000 രൂപ തരാം. കയറി ഇറങ്ങി എൻ്റെ ഊപ്പാട് വരും. നിങ്ങൾ പൈസ ഒന്നുമില്ല, എനിക്കതറിയണം. പൈസ തരാം ചേട്ടാ, പൈസ തരാം. ചേട്ടൻ ഇപ്പം പോ, പൈസ തരാം. പൈസ തരാതെ എത്ര നാളായിട്ട് നിങ്ങൾക്ക് ഒരു നാണമില്ലേ? നിങ്ങൾക്ക് ഭാര്യ ഭർത്താവ് നാണമില്ല. ചേട്ടാ പതുക്കെ പറയട്ടാ, ക്ലീറ്റോന്റെ പെങ്ങളും പതുക്കെ പറയട്ടെ. പെങ്ങള് ചേട്ടൻ നാണക്കേടല്ലേ പൈസ വാങ്ങിച്ചിട്ട് ആളങ്ങോട്ട്. ചേട്ടാ പൈസ ഇവര് 2 ദിവസത്തിനകം പോകും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ചേട്ടൻ അവര് പോണ കാര്യം എനിക്ക് അറിയണ്ട. എനിക്ക് നിങ്ങൾക്ക് പൈസ തരാൻ പറ്റൂല. ചേട്ടനും പെങ്ങളൊക്കെ ഉള്ളതല്ലേ ചേട്ടാ. സഹോദരി, ഞാൻ മനസ്സാക്ഷി ഇല്ലാത്ത ആളല്ല. പക്ഷെ എന്റെ ഗതികേടുണ്ടോ ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എത്ര പ്രാവശ്യം ചേട്ടൻ എന്നെ വിശ്വാസമാണെങ്കിൽ ചേട്ടൻ ഒന്ന് വിശ്വസിക്കുക. ക്ലീറ്റോ പറയണ പോലെയല്ല. എനിക്കും വീട്ടിൽ സഹോദരിയും കുടുംബമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കേട്ട. മനസ്സിലായോ? ചേട്ടാ ഇവര് 2 ദിവസത്തിനകം പോകും. 2 ദിവസത്തിനകം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ചേട്ടൻ പൈസ കൊണ്ട് തരാം. ഉറപ്പാണോ? ഉറപ്പാണല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ മാത്രമേ ഇപ്പോൾ വന്നോളൂ. ഇനി എൻ്റെ കൂടെ ആരൊക്കെ വരുന്ന എനിക്കറിയാം. ഇല്ല, ഇനി ചേട്ടന് വരേണ്ടി വരും. ഇനി ഞാൻ ഒറ്റയ്ക്ക് വരില്ല. ഇനി എൻ്റെ കൂടെ ആരൊക്കെ വരുന്ന അറിയില്ല. പക്ഷെ ഓർമ്മയാണ്, പൈസ തിരിച്ചാണ് തന്നേ പറ്റൂ. ഉറപ്പാണല്ലോ. പൈസ തരും. ഞാൻ സഹോദരൻ്റെ മോൻ നോക്കി ഞാൻ പോകണം. ഇപ്പം ഞാൻ പോകണം. ഓക്കെ. ആൾക്കാരിങ്ങനെ എപ്പോഴും ഓരോ റെക്കമെൻഡേഷനായിട്ട് ക്ലീറ്റ് വാ നമുക്ക് അവിടെ നിന്നേ. ആളെ കൂട്ടി വരാന്ന് പറഞ്ഞാണോ ശുപാർശയായിട്ട് എന്നു പറഞ്ഞത്? അത് പുള്ളിക്കാരൻ്റെ ഭാര്യ. വേണ്ട, നീ നിർത്ത്. നീ ഒരുപാട് അഭിനയിക്കണ്ട. നീ എന്തിനാ അവനെ എൻ്റെ മുന്നിൽ നല്ലവനാക്കി കാണിക്കാൻ ശ്രമിക്കണേ? ഇനി എനിക്ക് അവനെ അറിഞ്ഞൂടെ? എൻ്റെ ആങ്ങളെയല്ലേ, എന്നിട്ടല്ലേ നിൻ്റെ കെട്ടിയവനായത്. ഈ അത്രയും നേരം കൊണ്ട് തന്നെ അവൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. നീ ഒരുപാട് കഷ്ടപ്പെടണ്ടല്ലേ ഡി പെണ്ണെ. നീ എന്തിനീ കണ്ണി കണ്ടവരുടെ കാലൊക്കെ പിടിക്കാൻ പോണേ? നീ ഒരു കാര്യം ചെയ്യും നീ നിൽക്ക്. ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, നീ അത് ചെയ്യും. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ.